എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഒരു വൺ ഡേ ട്രിപ്പാണ് പ്ലാൻ ചെയ്തേക്കണേ. അതിരപ്പള്ളി, മലക്കപ്പാറ, വാൽപ്പാറ. അപ്പോൾ നമ്മളിപ്പം നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാറ്റൂരാണ്. മലയാറ്റൂർ മലയുടെ അടിവാരമാണ് കേട്ടോ ഇത്. ഇതാണ് നക്ഷത്ര തടാകം. ഇപ്പോൾ ഇവിടുന്ന് പ്ലാന്റേഷൻ വഴി നമുക്ക് അതിരപ്പള്ളിക്ക് പോകാനുള്ള പരിപാടിയാണ്. ഞങ്ങൾ 3 പേരുണ്ട്. കാറിൽ അനുണ്ട്, കൊച്ചുണ്ട്. കൊച്ചുറങ്ങുവാണ്. ഞാൻ നല്ല ഉറക്കത്തിലാട്ടോ. അപ്പോൾ നമുക്ക് പയ്യെ പോവാം. അപ്പോൾ നമ്മൾ കുറച്ച് ദൂരം ഈ വഴി കയറി വന്നു കഴിയുമ്പോൾ നമുക്കിത് ഇങ്ങനെ ഒരു ചെക്ക് പോസ്റ്റ് കിട്ടും കേട്ടോ. ഇവിടെ നിന്നൊരു പാസ് എടുക്കണം. ഇവിടെ നമ്മുടെ വണ്ടി നമ്പറും നമ്മുടെ പേരും കാര്യങ്ങളെല്ലാം എൻ്റർ ചെയ്തിട്ട് വേണം നമുക്ക് ഇവിടുന്ന് അകത്തേക്ക് പ്രവേശിക്കാനായിട്ട്. 25 രൂപ പാസ് ഇവിടെ നിന്ന് എടുക്കണം. പിന്നെ നമ്മൾ ഈ വന്ന വഴി കുറച്ച് മോശമാട്ടോ. പ്ലാന്റേഷൻ വഴി നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ വഴി കുറച്ച് മോശമാണ്. അത്ര നല്ല കണ്ടീഷൻ വഴിയൊന്നും അല്ല കേട്ടോ ഇത്. നമ്മൾ ഈ പ്ലാന്റേഷൻ വഴി കയറി വരുമ്പോൾ ഈ റോഡൊക്കെ ഭയങ്കര മോശമാട്ടോ. അപ്പം നിങ്ങൾ ഈ വഴിയൊക്കെ കയറി വരാനാണെങ്കിൽ ഭയങ്കര മോശമാണ് റോഡൊക്കെ. ഇത് നമ്മൾ അതിരപ്പള്ളി എത്തുന്നതിന് മുമ്പ് കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ഇതെല്ലാം എണ്ണപ്പനകളാണ്. എണ്ണപ്പന തോട്ടങ്ങളാണ് ഈ കാണുന്നത്. ഇത് നമ്മൾ അതിരപ്പള്ളി എത്തിയിട്ടുണ്ട്. അതിരപ്പള്ളി വെള്ളച്ചാട്ടമാണ് ഈ കാണുന്നത്. മഴ കുറവായതുകൊണ്ട് വെള്ളം തീരെ കുറവാണ്. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ കയറുന്നില്ല കേട്ടോ. നല്ല തിരക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ കയറുന്നില്ല. നമ്മൾ നേരെ വാൽപ്പാറയ്ക്ക് വിട്ട് പോവാം. അപ്പം നമ്മൾ അതിരപ്പള്ളിയിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ വന്നു കഴിയുമ്പോഴത്തേക്കും വാഴശാല വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തും കേട്ടോ. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. നമുക്ക് മലക്കപ്പാറ വാൽപ്പാറ റൂട്ടിൽ കയറുമ്പോൾ നമുക്കൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇവിടെ നമ്മൾ എൻ്റർ ചെയ്തിട്ട് വേണം നമുക്ക് കയറാൻ. രാവിലെ 6 മണിക്ക് ഇവിടുന്ന് പ്രവേശനമുണ്ട്. തിരിച്ച് 6 മണിക്ക് മുമ്പായിട്ട് നമ്മളിവിടെ തിരിച്ചിറങ്ങുകയും വേണം. അപ്പോൾ നമ്മൾ വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് കടന്നിട്ടുണ്ട്. ചെക്ക് പോസ്റ്റ് കടന്ന് നമ്മൾ പോവാണ്. ഫസ്റ്റ് മലക്കപ്പാറയാണ്. മലക്കപ്പാറ കഴിഞ്ഞ് വാൽപ്പാറ. ഇപ്പോൾ സാറ്റർഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നത് നല്ല തിരക്കാണ് കേട്ടോ. KSRTC 2 KSRTC ആണ് ഫ്രണ്ടിൽ പോകണം. ഉല്ലാസയാത്ര. അപ്പോൾ നമുക്ക് ഇങ്ങനെ അവരുടെ പുറകിൽ പിടിച്ച് ഭയങ്കര സ്ലോ ആയിട്ട് പോകാൻ പറ്റുള്ളൂ. അവരെന്തായാലും ഒതുക്കുന്നില്ല. അപ്പോൾ അവരുടെ പുറകിൽ തന്നെ ഇങ്ങനെ പോകാമെന്ന് മാത്രമാണ് രക്ഷയുള്ളൂ. വഴിയൊക്കെ ടാർ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി വഴിയാണിപ്പോൾ. ഞാൻ നേരത്തെ വന്നപ്പോൾ ഈ വഴിയൊക്കെ ഭയങ്കര മോശമായിരുന്നു. ഇപ്പോൾ വഴിയൊക്കെ നല്ല വഴിയാണ്. നന്നായിട്ട് ടാറൊക്കെ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ഒരു നല്ലൊരു മഴക്കോട് വരുന്നുണ്ട്. സമയം ഏകദേശം ഒരു ഉച്ചയ്ക്ക് 1 മണിയാണ്. അപ്പോൾ ഒരു മഴക്കാറൊക്കെ ഉണ്ട്. മഴ പെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ രസമായിരിക്കും. റോഡിലൊക്കെ നിറച്ച് ആനപ്പെണ്ണും കിടക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ ആനേനെ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. കാണാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത്. ഇതുവരെ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. ആ ചേട്ടൻ കയറിപ്പോയിട്ടോ. നമ്മളും കയറിപ്പോവാൻ രക്ഷപ്പെട്ടു. കയറിപ്പോകാൻ പറ്റി. എന്തായാലും ഇതിന്റെ പുറകെ പിടിച്ചിങ്ങനെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വേറൊരു പരിപാടിയൊന്നുമില്ല. നമ്മുടെ യാത്രയുടെ രസം മുഴുവൻ അങ്ങനെ പോയി കഴിഞ്ഞാൽ പോകും. വേറൊരു KSRTC കൂടെ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. അതിൻ്റെയും കൂടെ നമ്മൾ കടന്ന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു യാത്ര ഒരു രസം ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ പുറകെ പിടിച്ച് പയ്യെ പോകണം.
അപ്പോൾ ഇത് മലക്കപ്പാറ ടൗണിലെത്തിട്ടോ നമ്മൾ. കോതമംഗലത്ത് നിന്ന് 115 കിലോമീറ്റർ ഉണ്ട് മലക്കപ്പാറ ടൗൺ വരെ. അപ്പോൾ ഈ വണ്ടി നിർത്തി പിശാൻ ലേസ് വേണം. പക്ഷെ ലേസ് വാങ്ങാൻ കയറിക്കോട്ടോ. ഈ ഉല്ലാസയാത്ര ഒരുപാട് വണ്ടികളുണ്ട്. വന്നവഴി ഒരുപാട് ബസ്സുകൾ കണ്ടു. ഉല്ലാസയാത്ര ഈ കാണുന്ന ഇത്രേ ഉള്ളൂ കേട്ടോ മലക്കപ്പാറ സിറ്റി. കുറച്ച് അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാൻ കുറച്ച് കടകളും കുറച്ച് ഹോട്ടലുകളും ഇതെല്ലാം മാത്രം. ഈ കാണുന്ന അപ്പർ ഷോളയാറാണ് കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആണ്. നമ്മുടെ വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ചെറിയ യാത്രയ്ക്കൊക്കെ വീട്ടിൽ നിന്ന് സാധാരണ ഫുഡും കൊണ്ടാണ് വരാറ്. അപ്പം നല്ല വിശപ്പായി നല്ലൊരു പ്ലേസ് നോക്കി നിർത്തിയതാണ്. സ്ഥലം എങ്ങനെയുണ്ട്? ഇതാണ് കേട്ടോ മലക്കപ്പാറ ചെക്ക് പോസ്റ്റ്. നമ്മൾ വാഴച്ചാല ചെക്ക് പോസ്റ്റിൽ നിന്ന് എൻട്രി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു എൻട്രി ടിക്കറ്റ് കിട്ടും. അത് നമ്മളിവിടെ കാണിക്കണം. ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ. അത്യാവശ്യം ചെറിയ തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഷാനെ എങ്ങനെയുണ്ട്? ഇത് അപ്പർ ഷോളയാർ ഡാമാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആട്ടോ. ചെറിയ കോടയൊക്കെ ഇറങ്ങി തുടങ്ങി.